നിങ്ങളുടെ വീടിന്റെ കിഴക്ക് ഭാഗത്ത്, അതായത് നിങ്ങളുടെ വീട് ചിലപ്പം തെക്കോട്ടായിരിക്കും, പടിഞ്ഞാറ്റായിട്ടായിരിക്കും, വടക്കോട്ടായിരിക്കും, ചിലപ്പോൾ കിഴക്കോട്ടായിരിക്കാം. കിഴക്കാണെങ്കിൽ നമ്മുടെ വാതിൽപ്പടിയുടെ രണ്ട് ഭാഗത്തും രണ്ട് ചെടിച്ചട്ടികൾ വയ്ക്കുക. ആ ചെടിച്ചട്ടിയിൽ യഥാക്രമം രണ്ടിലും കറ്റാർ വാഴ നടുക. കറ്റാർ വാഴ നട്ടാൽ മാത്രം പോരാ, ഇടത് ഭാഗത്തിരിക്കുന്ന ചെടിച്ചട്ടിയില് കൃഷ്ണ തുളസി നട്ടുപിടിക്കണം. വലത് ഭാഗത്തിരിക്കുന്ന ചെടിച്ചട്ടിയില് വെള്ള തുളസി നട്ടുപിടിക്കണം. രണ്ട് ചെടിച്ചട്ടികള്, രണ്ടിലും കറ്റാർ വാഴയുണ്ട്. ഒന്നില് ഇടത് ഭാഗത്ത് കൃഷ്ണ തുളസിയും വലത് ഭാഗത്ത് വെള്ള തുളസിയും ഇങ്ങനെ നട്ടുപിടിപ്പിക്കുക. ഇത്രയേ ഉള്ളൂ. ഡെയിലി ജലസേചനം ചെയ്യുക, അത്യാവശ്യത്തിന് വളമിട്ട് കൊടുക്കുക, അത് വളരട്ടെ. അങ്ങനെ അപ്പോൾ കിഴക്കുള്ളവർക്ക് മാത്രമാണ് വീടിന്റെ മുൻവാതിലിന്റെ രണ്ട് ഭാഗത്ത് വയ്ക്കാൻ പറ്റുക. മറ്റുള്ളവർക്ക് നിങ്ങളുടെ വീടിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ തെക്കോട്ടോ വടക്കോട്ടോ എങ്ങോട്ടായിരിക്കണമെങ്കിലും നിങ്ങൾ കിഴക്ക് ഭാഗത്ത്, നിങ്ങളുടെ വീടിന്റെ കിഴക്ക് ഭാഗത്താണ് ഈ രണ്ട് ചെടിച്ചട്ടി വെക്കേണ്ടത്. അവിടെ വാതിലുണ്ടെങ്കിൽ ആ വാതിലിന്റെ രണ്ട് ഭാഗത്ത്, വാതിലില്ലെങ്കിലും നിങ്ങൾ ആ കിഴക്കിന് തന്നെ ഈ രണ്ട് ചെടിച്ചട്ടി വെക്കണം, എങ്കിലേ അതിന്റെ ഗുണം കിട്ടുള്ളൂ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വീടിനെ ബാധിച്ചിരിക്കണ പല വിധത്തിലുള്ള ദുരകൾ അങ്ങ് മാറിക്കിട്ടുന്നതാണ്. ദോഷങ്ങളെ പലപ്പോഴും അത് വാസ്തുപരമായിട്ടുള്ള ദോഷമായിരിക്കാം, ചിലപ്പോൾ അത് ബാധകാരാശിയിലുള്ള ദോഷമായിരിക്കാം, ചിലപ്പോൾ സ്ഥല സംബന്ധിയായിട്ടുള്ള ദോഷമായിരിക്കാം, ശാപമുഖേന വന്ന ദോഷമായിരിക്കാം, അങ്ങനെ പലതും ഉണ്ടാവും. പക്ഷെ ഇവിടെ നമ്മൾ എന്താ ചെയ്ത് ഈശ്വര വിലാസത്തെ പൂർണ്ണമായിട്ട് പിടിച്ചു നിർത്തി. ദോഷങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ, പക്ഷേ ഈശ്വര വിലാസത്തെ മുകളിൽ പിടിച്ചങ്ങിരുത്തി. ആരാ? കറ്റാർ വാഴയിലുണ്ട് ശൈവ ചൈതന്യം. കൃഷ്ണനും വിഷ്ണുവും മഹാലക്ഷ്മി ആരിലുണ്ട്? തുളസിയിലുണ്ട്. രണ്ട് അംശങ്ങളിലായിട്ട്, രണ്ട് ഭാവങ്ങളിലായിട്ട് രണ്ട് പരിലസിക്കുന്ന രീതിയിൽ കാണപ്പെടും വെള്ളയിലും കൃഷ്ണ തുളസിയിലും. രണ്ട് ഭാഗത്തും ഭഗവാന്റെ സാന്നിധ്യം, ഒപ്പം തന്നെ പാർവതി ദേവിയുടെ സാന്നിധ്യം. പിന്നെ ഏതെങ്കിലും ദുഷ്ടശക്തിയൊക്കെ വീട്ടിലേക്ക് പ്രവേശിക്കാൻ പറ്റുമോ? ഉള്ളവർക്ക് അവിടെ നിൽക്കാൻ പറ്റുമോ? അവരൊക്കെ അങ്ങ് പോകും. അതാ ഇവിടെ ചെയ്തത്. അല്ലാതെ ഇതില് വേറെ പൂജാക്രിയകളോ മാന്ത്രിക കാര്യങ്ങളോ ഒന്നും ഇല്ല.